ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന അറിയോ? ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു മലബാർ സ്റ്റൈലിൽ ചിക്കൻ പുലാവ് ഉണ്ടാക്കാൻ പോവാണ്. അതും ഇത് നമ്മൾ പ്രഷർ കുക്കർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, 1 പോട്ടിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 1 പോട്ടിൽ ഒരു മലബാർ സ്റ്റൈലിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ പുലാവാണ്. അപ്പോൾ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ടുള്ള അരി എടുത്തിട്ട് അതിനെ സോക്ക് ചെയ്യണം. അപ്പം ഇവിടെ എടുത്തേക്കുന്നത് ബിരിയാണി റൈസ് ആണ്. അപ്പം ബിരിയാണി റൈസ് ഞാനൊരു 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു 30 മിനിറ്റെങ്കിലും മിനിമം അതിനെ സോക്ക് ചെയ്യണം. ഒരുപാട് സമയം ഇങ്ങനെ വെള്ളത്തിലിടുകയും വേണ്ട കേട്ടോ. ഇനി അത് സോക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചിക്കൻ റെഡിയാക്കാം. അപ്പോൾ ആ ചിക്കൻ ഒന്ന് ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കൻ ആണ്. അപ്പം ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒക്കെ എടുത്തിട്ടുള്ളതാണ്. ഇതിനൊരു ബിരിയാണി പീസസ് തന്നെ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു 1/4 ടീസ്പൂൺ മാത്രമാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് യോഗേർട്ടാണ്. യോഗേർട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പ് മാത്രമാണ്. ആ ഒരു മെഷറിംഗ് കപ്പ് നോക്കിയാൽ കാണാം, അതിൽ 1/2 കപ്പിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ടിട്ട് ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിൻ്റെ എല്ലാ പീസിലും നല്ലതുപോലെ പുരണ്ടിരിക്കുന്നത് പോലെ വെക്കാം കേട്ടോ. ഇനി ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അരിയില്ലേ, അതൊന്ന് എടുത്ത് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് റൈസ് മാത്രമായിട്ട് വേണം. അപ്പം അങ്ങനെ ഡ്രെയിൻ ചെയ്തെടുത്ത് റൈസ് എടുത്ത് വെച്ചേക്ക്. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഗീയും അതേപോലെ തന്നെ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ഒരു 1 ടേബിൾ സ്പൂൺ വെച്ചാണ് ആഡ് ചെയ്യുന്നത്. അത്രയും ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ച അരിയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പം ഈ അരി ഇങ്ങനെ ഇതിൽ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് വറുക്കും. അത് നമ്മളിങ്ങനെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും, ചോറുണ്ടാക്കി വരുമ്പം അതിങ്ങനെ പിടിക്കാതിരിക്കാനും ആ ഒരു പശ പോലെ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ അരിനെ ഒന്ന് ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത സാധനം നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അങ്ങ് വെച്ചേക്കുക. പിന്നെ അതിനെ ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ കുഴച്ച് മറിക്കുകയൊന്നും വേണ്ട. നമ്മൾ കുറച്ച് നേരം ഒന്ന് അതിൻ്റെ ആ ഒരു നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഗീയും അതേപോലെ ഓയിലും ഉണ്ടല്ലോ, അത് ആ അരിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പറ്റണം. എന്നിട്ട് അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ടാവും. ഒന്ന് ഫ്രൈ ആയിട്ടുണ്ടായിരുന്ന റൈസിനെ ഞാൻ വേറൊരു കുറച്ചുകൂടെ പരന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ റൈസൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഗീയും അതേപോലെ തന്നെ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഒന്നെങ്കിൽ ഗീ ഒരു 1 ടേബിൾ സ്പൂണും ഓയിൽ ഒരു 1 ടേബിൾ സ്പൂണും വെച്ചിട്ട് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ തന്നെ നെയ്യ് ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മസാല ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ബേ ലീവ്സ് വേണം, അതൊരു 2 പീസൊക്കെ. പിന്നെ കറുവാപ്പട്ട വേണം, അതൊരു 3 പീസ്, ചെറിയ പീസ് മതി. പിന്നെ അതേപോലെ ഗ്രാമ്പു ഒരു 6 എണ്ണം. പിന്നെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഏലക്കായ ഇല്ലേ, ഏലക്കായ ഒരു 4 പീസും. പിന്നെ നമ്മളുടെ സ്റ്റാർ പോലെ ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ മസാലയിൽ വരുന്നത്, അതൊരു ചെറിയ ഒരു പീസും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു മണമൊക്കെ വരുമ്പോഴത്തേക്കിനും നമ്മൾക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ സവാള എടുത്തിട്ടുള്ളത് 4 പീസ് സവാള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് സ്ലൈസ് ചെയ്ത് എടുത്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ സവാള വഴന്ന് വരാനായിട്ട് വെച്ചിട്ടുള്ളതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. പച്ചമുളക് ഇവിടെ ഒരു 8 പച്ചമുളകൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലും കൂടുതൽ എരിവ് വേണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു പ്രാവശ്യം ഈ 8 എണ്ണമൊക്കെ ഇട്ടുണ്ടാക്കി നോക്കിയിട്ട് അത്രയും എരിവ് പോരാ, ഇനിയും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ആണ് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇതിൻ്റെ കൂടെ നല്ലതുപോലെ ഇളക്കി ചേർത്തിട്ട് അതിൻ്റെ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറട്ടെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ പെരിഞ്ജീരകം ആഡ് ചെയ്യും. പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇനി ആഡ് ചെയ്യുന്നത് നമ്മൾ പുതിന ഇലയും അതേപോലെ മല്ലി ഇലയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിന ഇല ഒരു 1/4 കപ്പും അതേപോലെ മല്ലി ഇലയും ഒരു 1/4 കപ്പ്. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. നമ്മളുടെ ഇപ്പോൾ ഒരു മെഷറിംഗ് കപ്പിൻ്റെ ഒക്കെ എടുത്താൽ അതിൻ്റെ ഏറ്റവും ചെറുതായിട്ട് വരുന്നതായിരിക്കും ആ ഒരു 1/4 കപ്പ് എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ 2 ഇലകളും കൂടെ എടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ചേർക്കും. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും കാണാം ഇത് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇത് നല്ലതുപോലെ വഴന്ന് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു 3 പീസ് തക്കാളിയാണ്, അതും സ്ലൈസ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് യോഗേർട്ടും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ തക്കാളി ആഡ് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ യോഗേർട്ട് ആഡ് ചെയ്യുന്ന സമയത്തും ക്യാമറ എങ്ങനെയോ ഓഫായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് രണ്ടുമാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. യോഗേർട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഒരു 1/2 കപ്പാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു 1/4 ടീസ്പൂൺ. നമ്മളൊരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ വേണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. എല്ലാം കൂടി നല്ലതുപോലെ കമ്പൈൻഡ് ആവണം. അങ്ങനെ നമുക്ക് കുറച്ചു നേരം ഇതിനെ ഒന്ന് നല്ലതുപോലെ ഇളക്കി എല്ലാം ചേർത്തതിന് ശേഷം കുറച്ചു നേരം ഇതിനെ ഒന്ന് ചൂടാവാനായിട്ടൊക്കെ വെക്കാം. ഇതിലേക്ക് നമ്മൾ അഡീഷണലി വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല. ഈ ഒരു തീയ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ കുറച്ചു നേരം ഇതിനെ വെക്കുവാണ്. ഇനി ചിക്കൻ ഒരു 1/4 വേവ് ആവണം. ആ 1/4 വേവ് ആവുമ്പോഴത്തേക്കിനും നമ്മൾക്കിതിനെ ഓപ്പൺ ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിയില്ലേ, അതിട്ട് കൊടുക്കാം. ഇത് 1/4 വേവ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വെള്ളമൊന്നും ആഡ് ചെയ്തില്ലെങ്കിലും അതിലൊരു വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി നോക്കുമ്പോഴത്തേക്കിനും ആ വെള്ളം പോലെ ഉണ്ടായിരുന്നൊക്കെ വറ്റിയിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഗ്രേവി തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. ആ ഒരു പരുവാകുമ്പോഴത്തേനും ചിക്കൻ ഒരു 1/4 വേവ് ആയിട്ടുണ്ടാവും. അതിലേക്കാണ് നമ്മൾ ഈ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ് കേട്ടോ. ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 കപ്പ് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിനെ മൂടി വയ്ക്കും. ഇത് മൂടുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കണം. ഈ ചോറും കൂടി വെന്ത് വരാനുള്ളതല്ലേ, അപ്പം അതുകൊണ്ട് ഉപ്പ് കുറച്ചൊന്ന് മുന്നിലോട്ട് നിൽക്കണം. അത് നോക്കിയതിന് ശേഷം അടച്ചാലും മതിയേ. പിന്നെ അങ്ങനെ നമ്മൾ ഈ മൂടി അടയ്ക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് നാരങ്ങയുടെ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു ഇങ്ങനെ തന്നെ ഒരു 15 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ആ 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. അതിനുശേഷം എടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് കാണാനായിട്ട് പറ്റും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കും. അതേപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കാം. ഈ ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രം ആ ഒരു ഫൈനൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ചൂടോടെ ആ നെയ്യ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ ഇതാ ചോറ് കാണുമ്പോഴും മനസ്സിലാവും അതൊട്ടും തന്നെ പിടിച്ചിട്ടൊന്നുമില്ല, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പം ഇവിടെ പ്രഷർ കുക്കർ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല, 1 പോട്ടിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ടും ഇത് ഒരുപാട് ഇഷ്ടമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എൻ്റെ പിക്ചേഴ്സ് അയച്ചു തരിക. ഇതിപ്പോൾ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ അവർക്ക് ടിഫിനായിട്ടൊക്കെ കൊടുത്തു വിടണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് രാത്രിയിൽ തന്നെ റൈസ് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കുവാണെങ്കിൽ രാവിലെ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പം ഓഫീസിലൊക്കെ പോകുന്ന ആളുകൾക്കാണെങ്കിലും ലഞ്ചിനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ടിഫിൻ ബോക്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പം രാവിലെ തന്നെ റൈസ് സോക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചിക്കൻ റെഡിയാക്കാനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കുമല്ലോ. അതേപോലെ കുട്ടികൾക്കൊക്കെ ആയിട്ടാണെങ്കിൽ നമ്മളിപ്പം ആഡ് ചെയ്ത പോലെ ഒരു 8 പച്ചമുളകൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. ഇത്രയും എളുപ്പത്തിലും ഇത്രയും സ്വാദോടെയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ചിക്കൻ പുലാവ് നിങ്ങൾക്കൊക്കെ ഇഷ്ടാവും. ഇതിന് നല്ലൊരു സ്മെല്ലും ഒക്കെ ആയിരിക്കും വരുന്നത് നമ്മൾ വിളമ്പുന്ന സമയത്ത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.